5 കോടി വർഷം മുമ്പ് കരയിൽ നാലുകാലിൽ നടന്നിരുന്ന ചെന്നായുടെ മുഖരൂപ സാമ്യമുള്ള ഇരട്ടക്കുളമ്പുള്ള ഒരു ജീവി കടലിലേക്ക് തിരിച്ചുപോയി പരിണമിച്ചുണ്ടായതാണ് തിമിംഗലങ്ങൾ. വെള്ളത്തിൽ നിന്നും കരയിലേക്ക് കയറി വന്ന് പരിണമിച്ച പലതരം ജീവികളെയാണല്ലോ നമുക്ക് കൂടുതൽ പരിചയം. കരയിൽ നിന്ന് വെള്ളത്തിലേക്ക് തിരികെ ഇറങ്ങിയെങ്കിലും പൂർണ്ണമായും അങ്ങോട്ട് ജീവിതം മാറ്റാതെ, ഇല്ലത്ത് നിന്നിറങ്ങി അമ്മാത്തെത്താതെ ഇപ്പോഴും ബാക്കിയായി തിമിംഗലങ്ങളുടെ അടുത്ത ബന്ധുവായി കരയിൽ ബാക്കിയുള്ളത് ഹിപ്പോപോട്ടമസ് ആണ്. ഭൂമിയുടെ ചരിത്രത്തിൽ ഇതിലും വലിപ്പമുള്ള വേറൊരു ജീവിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. അത്തരത്തിൽ ഒരു ഫോസിൽ തെളിവും കിട്ടിയിട്ടില്ല. ഏറ്റവും വലിപ്പമുള്ള ഡൈനോസർ ഇനങ്ങൾ പോലും നീലത്തിമിംഗലങ്ങളുടെ വലിപ്പം വെച്ചിട്ടില്ല. ഭൂമിയിലെ ഏറ്റവും വലിപ്പമുള്ള സസ്തനികളുടെ, തിമിംഗലങ്ങളുടെ കോടിക്കണക്കിന് വർഷങ്ങൾ നീണ്ട പരിണാമത്തിന്റെ, അതിജീവനത്തിന്റെ, ശരീര പ്രത്യേകതകളുടെ കഥ പറയാം. സ്വാഗതം. ദക്ഷിണേഷ്യയിൽ കടലിനോട് ചേർന്ന് മീനുകളെയൊക്കെ ഭക്ഷിച്ച് ജീവിച്ചിരുന്ന 1-2 മീറ്റർ മാത്രം നീളമുള്ള ചെന്നായുടെ രൂപമുള്ള ഒരു ജീവിയിൽ നിന്നാണ് തിമിംഗലങ്ങൾ ഉണ്ടായത് എന്നാണ് കരുതപ്പെടുന്നത്. വെള്ളത്തിലും കരയിലും ഒക്കെയായിട്ട് ജീവിച്ചിരുന്ന ആ ജീവിക്ക് പാക്കിസെറ്റസ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ആ ഇരട്ടക്കുളമ്പുള്ള കരയിൽ ജീവിച്ചിരുന്ന നാലുകാലി ജീവിയിൽ നിന്ന് തിമിംഗലത്തിലേക്കുള്ള പരിണാമഘട്ടം സൂചിപ്പിക്കുന്ന ഒരു ജീവിയുടെ ആദ്യ ഫോസിൽ തലയോട്ടിയുടെ ഒരു ഭാഗം 1981 പാകിസ്ഥാനിൽ നിന്നാണ് ലഭിച്ചത്. അതുകൊണ്ടാണ് അതിന് പാക്കിസെറ്റസ് എന്ന് പേര് നൽകിയിരിക്കുന്നത്. പാകിസ്ഥാനിൽ നിന്നുള്ള സെറ്റേഷ്യൻ എന്ന അർത്ഥത്തിൽ. സെറ്റേഷ്യൻ എന്നാൽ സെറ്റേസിയ എന്ന ഇൻഫ്രാ ഓർഡറിൽ പെടുന്ന ജീവി, അതായത് കടലിലെ സസ്തനികളുടെ വിഭാഗം. തിമിംഗലങ്ങളും ഡോൾഫിനുകളും പോർപോയ്സുകളും വംശനാശം വന്ന് ഇല്ലാതായി പോയ മറ്റ് പല ജീവികളെയും ഒക്കെയാണ് വർഗീകരിച്ച് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാക്കിസെറ്റസ് കടലിനോട് ചേർന്ന സ്ഥലങ്ങളിലൊക്കെ മീനിനെയൊക്കെ ഭക്ഷണമാക്കിയിട്ടാണ് ജീവിച്ചിരുന്നത്. ആ ജീവിക്ക് എത്രയോ കാലത്തെ പരിണാമത്തിലൂടെയാണ് ആംബുലോസെറ്റസ് എന്ന ഒരു ജീവി ഉണ്ടാകുന്നത്. നടക്കുന്ന തിമിംഗലം എന്ന് വേണമെങ്കിൽ പറയാം. കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കാൻ പറ്റുന്ന ഒരു ജീവി. മുതലകളെ പോലെ കരയിലും വെള്ളത്തിലും ഒക്കെ സഞ്ചരിച്ചിരുന്ന ഇവക്ക് കൈകാലുകൾക്കിടയിൽ ചർമ്മം, വെബ് ഉണ്ടായിരുന്നു. പിന്നീട് അത് പലതരത്തിലുള്ള ശാരീരിക രൂപമുള്ള ജീവികളിലേക്കായിട്ട് അത് പരിണമിച്ചു. ഇവയുടെയൊക്കെ ഫോസിൽ തെളിവുകൾ സൂചിപ്പിക്കുന്നത് ഇവ വെള്ളത്തിലും കരയിൽ എന്നതുപോലെ നടുഭാഗം ഉയർത്തി കാലുകുത്തി നടക്കുന്നത് പോലെയാണ് സഞ്ചരിച്ചിരുന്നത് എന്നാണ്. നമ്മുടെ നീർനായകൾ കരയിലും വെള്ളത്തിലും സഞ്ചരിക്കുന്നത് പോലെ. കാലക്രമേണ അവയുടെ മുൻകാലുകൾ ഫ്ലിപ്പേഴ്സായി, തുഴകളായി, ശ്വസനത്തിനായിട്ടുള്ള മൂക്കിലെ ദ്വാരങ്ങൾ പതുക്കെ തലയുടെ മുകളിലേക്ക് നീങ്ങി തുടങ്ങി. തല വെള്ളത്തിന് മുകളിൽ ഉയർത്തി ശ്വാസം പിടിക്കുമ്പോൾ മറ്റ് ഇരകളും ഇരപിടിയന്മാരും ഒക്കെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അനുകൂലനത്തിലേക്ക് ഇവ മാറിയത്. റോഡോസെറ്റസ് എന്ന് പേരിട്ടിരിക്കുന്നവയുടെ കാലത്താണ് ഇവയുടെ നാസരന്ധ്രങ്ങൾ, മൂക്കിലെ ദ്വാരങ്ങൾ മൂക്കിന്റെ അറ്റത്ത് നിന്ന് തലയുടെ മുകൾ ഭാഗത്തേക്ക് എത്തിത്തുടങ്ങിയത്. ബാസിലോസറസ് എന്ന ജീവിയിൽ എത്തുമ്പോഴേക്കും ഏകദേശം 40 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഇവ ഏകദേശം ജലജീവികളായിട്ട് പൂർണ്ണമായിട്ട് മാറി. അവയുടെ തലയുടെ മുകളിലായി ഈ ശ്വസനദ്വാരം. കൂടാതെ ഇവ വളരെ വലുതാവുകയും ചെയ്തു. ഡുറഡോൺ എന്ന് പേരിട്ടിരിക്കുന്നവ ഇപ്പോഴുള്ള തിമിംഗലങ്ങളുടെ ഏകദേശ രൂപം തന്നെയുള്ളവയായിരുന്നു. 16 അടി നീളവും 1-2 ടൺ ഭാരവും ഒക്കെയുള്ള ജീവികൾ. അങ്ങനെ കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന തിമിംഗലങ്ങൾ പരിണമിച്ചുണ്ടായത്. ഫോസിൽ തെളിവുകളായിട്ട് ലഭിച്ചവ കൂടാതെ എത്രയോ ഇനങ്ങൾ ഇവക്കിടയിൽ ഉണ്ടായിരുന്നിരിക്കാം. എന്തായാലും ഇവയുടെ പരിണാമത്തിന്റെ ഏറ്റവും വലിയ തെളിവായിട്ട് ഇപ്പോഴും ബാക്കിയുണ്ട് തിമിംഗലങ്ങളുടെ ശരീരത്തിനുള്ളിൽ അവയുടെ നട്ടലിനോട് ചേർന്ന് 2 പെൽവിക് എല്ലുകൾ, അതായത് ഇവയുടെ പഴയ പിൻകാലുകൾ. അത് വെസ്റ്റീജിയൻ ഓർഗനായിട്ട് ഇപ്പോഴും അവിടെ ബാക്കിയുണ്ട്. ഇവ നാലുകാലികളാണ് എന്നതിന്റെ ഒളിഞ്ഞു കിടക്കുന്ന അടയാളം. ഭൂമിയിലെ സമുദ്രങ്ങളിലാകെയായിട്ട് ഏകദേശം 90-ലധികം സ്പീഷീസ് തിമിംഗലങ്ങളുണ്ട്. വലിപ്പത്തിലും ഇവയിൽ വലിയ വ്യത്യാസം ഉണ്ടാകും. വെറും 8.5 അടി നീളവും 135 കിലോഗ്രാമോളം മാത്രം ഭാരവുമുള്ള കുള്ളൻ സ്പേം തിമിംഗലങ്ങൾ മുതൽ 98 അടി നീളവും 190 ടൺ ഭാരവും ഒക്കെയുള്ള കൂറ്റൻ നീലത്തിമിംഗലങ്ങൾ വരെ. നീലത്തിമിംഗലങ്ങളുടെയൊക്കെ വലിപ്പം നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്തതാണ്. മറ്റു പല ജീവികളുടെ വലിപ്പവുമായിട്ടൊക്കെ സാമ്യപ്പെടുത്തി മാത്രമേ നമുക്കത് ഒന്ന് മനസ്സിൽ കൊണ്ടുവരാൻ പറ്റൂ. നീലത്തിമിംഗലങ്ങളുടെ നാക്കിന് ഒരു ആനയുടെ അത്രയും തൂക്കമുണ്ട്. ഒരൊറ്റ വിഴുങ്ങലിൽ 5000 ലിറ്റർ വെള്ളവും അതിൽ അവയുടെ ഇരകളായിട്ടുള്ള ചെമ്മീനുകൾ പോലെയുള്ള ക്രില്ലുകളും ഉൾപ്പെടുത്താൻ അതിന് പറ്റും. ഇരുമല്ലെങ്കിലും നീലത്തിമിംഗലത്തിന്റെ ഹൃദയം ഏകദേശം ഒരു കുഞ്ഞി കാറിന്റെ അത്ര വലിപ്പമുള്ളതാണ്. അതുപോലെ ഏറ്റവും വലിപ്പമുള്ള തലച്ചോറുള്ള ജീവി സ്പേം തിമിംഗലങ്ങളാണ്. ഇതിന്റെ തലച്ചോറിന് ഏകദേശം 8 മുതൽ 9 കിലോഗ്രാം വരെ ഭാരം ഉണ്ടാവും. എങ്കിലും ശരീരഭാരവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഡോൾഫിനുകളാണ് ഇവയെക്കാളൊക്കെ ഏറ്റവും കൂടിയ ബുദ്ധിശക്തി പ്രകടിപ്പിക്കുന്നവർ. ഭൂമിയിൽ ഇതുവരെ ജീവിച്ച ജീവികളിൽ എല്ലാം വെച്ചിട്ട് ഏറ്റവും വലിപ്പമുള്ള ജീവിയാണ് നീലത്തിമിംഗലങ്ങൾ എന്നത് കൂടാതെ പല്ലുള്ള മാംസഭോജി ഇരപിടിയന്മാരിൽ വെച്ചിട്ട് ഏറ്റവും വലുത് സ്പേം തിമിംഗലങ്ങളുമാണ്. പല്ലുള്ള ജീവികൾ എന്ന് പറയുമ്പോൾ ഒരു ആശയക്കുഴപ്പമുണ്ടായല്ലോ. 2 വിധത്തിലുള്ള തിമിംഗലങ്ങളാണുള്ളത്, പല്ലുള്ളവയും ഇല്ലാത്തവയും.
വായുടെ മുകൾ ഭാഗത്ത് പല്ലിന് പകരം അരിപ്പ പോലെ ചീർപ്പ് പോലെ ഒരു പാളികളുള്ളവർ, ബലീൻ പ്ലേറ്റുകൾ ഉള്ളവരാണ് ബലീൻ തിമിംഗലങ്ങൾ. നീലത്തിമിംഗലവും ഹംബാക്ക് തിമിംഗലങ്ങളും ഒക്കെ അതിലാണ് ഉൾപ്പെടുക. അതായത് നീലത്തിമിംഗലങ്ങൾക്ക് പല്ലില്ല. ഇവ വലിയ തോതിൽ കടൽ വെള്ളം ഒന്നിച്ചിട്ട് വായിലെടുത്തതിന് ശേഷം വായങ്ങ് അടക്കും. എന്നിട്ട് വായിലെ വെള്ളം മുഴുവൻ ഈ അരിപ്പ വെച്ചിട്ട് ബലീൻ പ്ലേറ്റുകൾ വെച്ചുകൊണ്ട് അരിച്ച് പുറത്തേക്ക് കളയും. അപ്പോൾ ഉള്ളിൽ കയറിയ ലക്ഷക്കണക്കിന് ചെമ്മീൻ രൂപമുള്ള ക്രില്ലുകൾ പോലെയുള്ള കുഞ്ഞു ജീവികളൊക്കെ ഉള്ളിൽ കുടുങ്ങും. അതാണ് ഇവയുടെ ഭക്ഷണം. അതോടൊപ്പം തന്നെ സമുദ്രപ്ലവകങ്ങൾ, പ്ലാങ്ടനുകളും ഒക്കെ ഉള്ളിലെത്തിയിട്ടുണ്ടാവും. ഈ തീറ്റ പിടിക്കുന്നതിന് വേണ്ടി തന്നെ ഇവയുടെ തല അവയുടെ ശരീരത്തിന്റെ 40% വലിപ്പമുള്ളതാണ്. അതായത് ശരീരത്തിന്റെ വലിയ ഭാഗം ഈ തല തന്നെയാണ്. പൂർണ്ണമായിട്ട് വാ പൊളിച്ച് വലിയ അളവിൽ വെള്ളം ഇതിന്റെ ഉള്ളിലേക്ക് എടുക്കാൻ ഇതിന് പറ്റും. എന്നിട്ട് ഈ വായങ്ങ് അടക്കും. അതൊരു കെണി തന്നെയാണല്ലോ. രണ്ടാമത്തേതാണ് പല്ലുള്ള തിമിംഗലങ്ങൾ, ടൂത്ത്ഡ് വെയിൽസ്. സ്പേം തിമിംഗലം അതിലാണ് ഉൾപ്പെടുക. സാങ്കേതികമായിട്ട് ഡോൾഫിനുകൾ, ഓർക്കകൾ ഇവരൊക്കെയും ഈ കൂട്ടത്തിൽ തന്നെയാണ് പെടുക. എങ്കിലും അവയെ ഇപ്പോഴും തിമിംഗലങ്ങളായിട്ട് കണക്കാക്കുന്നില്ല എന്ന് മാത്രം. ഡോൾഫിനുകളെ, ഓർക്കകളെയൊക്കെ കുറിച്ച് വിശദമായിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ദയവായിട്ട് കാണുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത്തരത്തിലുള്ള പല്ലുള്ള തിമിംഗലങ്ങൾക്ക് കൂർത്ത പല്ലുകളാണുള്ളത്. അതുപയോഗിച്ചാണ് മറ്റു മത്സ്യങ്ങളെയും സ്ക്വിഡുകളെയും ഒക്കെ അവ ഭക്ഷണമാക്കുന്നത്. ഇവർക്ക് ശബ്ദം തിരിച്ചറിയാനുള്ള വലിയ കഴിവുണ്ട്. വെള്ളത്തിനടിയിലും മുകളിലും ഒക്കെയുള്ള ശബ്ദം ഇവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇവരിൽ കാഴ്ചയില്ലാത്ത സ്പേം തിമിംഗലങ്ങൾക്ക് പോലും ഇര പിടിക്കാൻ പറ്റും. ശബ്ദം മാത്രം വെച്ച് അവ ഇരകളെ കണ്ടെത്തും. കൂടാതെ ആഴക്കടലുകളിൽ ഇരുട്ടിലും ഇവർക്ക് ഭക്ഷണം തേടുന്നതിന് ഒരു പ്രശ്നമില്ല. അതുപോലെ തിമിംഗലങ്ങളെ പല വിഭാഗമായിട്ട് നമ്മൾ പറയുമ്പോൾ നീലത്തിമിംഗലങ്ങൾ, ബ്ലൂ വെയിൽസ്, സ്പേം തിമിംഗലങ്ങൾ, എണ്ണത്തിമിംഗലം, ഹമ്പ് വെയിൽ അല്ലെങ്കിൽ കൂനൻ തിമിംഗലങ്ങൾ എന്നൊക്കെ പല പേരുകൾ വിളിക്കുന്നുണ്ടല്ലോ. വെള്ളത്തിനടിയിൽ നിൽക്കുമ്പോൾ ശരീരം തെളിഞ്ഞ നീല നിറത്തിൽ കാണുന്നതിനാലാണ് നീലത്തിമിംഗലങ്ങൾ എന്ന് അവയെ വിളിക്കുന്നത്. സ്പേം വെയിലുകൾക്ക് ആ പേര് കിട്ടിയത് ഒരു അബദ്ധത്തിന്റെ പുറത്താണ്. ഇവയുടെ തലയിൽ സ്പെർമസെറ്റി എന്ന പേരുള്ള വെളുത്ത ഒരു കൊഴുപ്പുണ്ട്. ആദ്യകാല തിമിംഗല വേട്ടക്കാർ അത് കണ്ട് അത് തിമിംഗലത്തിന്റെ സ്പേമാണ്, ബീജമാണ് എന്ന് തെറ്റിദ്ധരിച്ചിരുന്നു. അങ്ങനെയാണ് ഇവർക്ക് സ്പേം വെയിലുകൾ എന്ന് പേര് വന്നത്. യഥാർത്ഥത്തിൽ ആഴക്കടലുകളിൽ പൊങ്ങിക്കിടക്കാൻ ബോയൻസിക്ക് സഹായിക്കാനും ശബ്ദതരംഗങ്ങളെ കേന്ദ്രീകരിക്കാനും ഒക്കെയാണ് ഈ കൊഴുപ്പ് അവയെ സഹായിക്കുന്നത്. അവയുടെ ബീജമേ അല്ല. ഹംബാക്ക് തിമിംഗലം മുങ്ങാൻ തയ്യാറെടുക്കുമ്പോൾ അവയുടെ ശരീരം ഒന്ന് വളച്ച് കുനിച്ച് ഉയർത്തി ഒന്ന് കൂനി മടങ്ങിയിട്ടാണ് വെള്ളത്തിനുള്ളിലേക്ക് പോകുക. അതിനാലാണ് കൂനൻ, കുനിയൻ എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു ഹംബാക്ക് എന്ന പേര് കൂടി ഇവർക്ക് ലഭിച്ചത്. അതുപോലെ ഉണ്ടല്ലോ ഒരു കില്ലർ വെയിൽ എന്നൊരു പ്രയോഗം. ഓർക്കകളെ നമ്മൾ അങ്ങനെയാണ് വിളിക്കുക. കൊലയാളി തിമിംഗലം എന്നൊക്കെയാണ് മലയാളത്തിൽ നമ്മൾ അതിനെ പരിഭാഷപ്പെടുത്താറ്. അവ തിമിംഗലങ്ങളെ അല്ല, അവ ഡോൾഫിൻ കുടുംബത്തിലെ ഏറ്റവും വലിയ അംഗങ്ങളാണ്. സത്യത്തിൽ ഈ ഡോൾഫിനുകൾ, ഓർക്ക ഡോൾഫിനുകൾ സംഘമായി ചേർന്നിട്ട് മറ്റ് തിമിംഗലങ്ങളെ വേട്ടയാടും. അതുകൊണ്ടാണ് സ്പാനിഷ് നാവികർ ഇവർക്ക് വെയിൽ കില്ലേഴ്സ് എന്ന പേര് നൽകിയത്. പക്ഷെ പിന്നീട് എപ്പോഴോ അത് കില്ലർ വെയിൽ എന്നായി മാറിപ്പോയതാണ്. തിമിംഗലങ്ങളെ കൊല്ലുന്നവരാണ്, അല്ലാതെ കൊല്ലുന്ന ഒരു തിമിംഗലമല്ല കില്ലർ വെയിൽ. ഈ തിമിംഗലങ്ങളൊക്കെയും വായു ശ്വസിക്കുന്നത് അന്തരീക്ഷത്തിൽ വന്നാണല്ലോ. വെള്ളത്തിനടിയിൽ മറ്റു മത്സ്യങ്ങളെ പോലെ ഗില്ലുകൾ ഉപയോഗിച്ച് ശ്വസിക്കാനുള്ള കഴിവ് അവർക്കില്ല. എങ്കിലും വെള്ളത്തിൽ വളരെ നേരം മുങ്ങിക്കഴിയാൻ ഇവർക്ക് പറ്റും. ചില ഇനം സ്പേം തിമിംഗലങ്ങൾ കടലിന്റെ മുകൾ തട്ടിൽ വന്ന് ഉള്ളിലേക്ക് ശ്വാസം എടുത്ത് ഒന്ന് മുങ്ങിയാൽ പിന്നെ 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടേ രണ്ടാമതൊന്ന് മുകളിലേക്ക് വരൂ. അത്രയും സമയം വെള്ളത്തിനടിയിൽ അവർക്ക് കഴിയാൻ പറ്റും. ഇവയുടെ നെറുന്തലയിലുള്ള ഒരു ദ്വാരത്തിലൂടെ, ബ്ലോ ഹോളുകളിലൂടെയാണ് ഇവ ഉള്ളിലേക്ക് വായു എടുക്കുന്നതും പുറത്തേക്ക് കളയുന്നതും. തിമിംഗലങ്ങൾ വെള്ളത്തിനടിയിലായിരിക്കുമ്പോൾ ഈ ബ്ലോ ഹോൾ പൂർണ്ണമായിട്ടും അടച്ചു പിടിക്കാൻ പറ്റും. അതായത് വാട്ടർ ടൈറ്റ്, എയർ ടൈറ്റ് ആയിരിക്കും അത്. ശ്വസിക്കാനായിട്ട് വെള്ളത്തിന്റെ ഉപരിതലത്തിലേക്ക് വരുമ്പോൾ തലയുടെ മുകൾ ഭാഗം മാത്രം ഉയർത്തി പരത്തിപ്പിടിച്ച് ഈ ബ്ലോ ഹോൾ തുറക്കുന്നു. ഉള്ളിലെ വായു അതിശക്തമായിട്ട് ഊതല് പോലെ ശക്തമായിട്ട് പുറത്തേക്ക് കളയും. ഒപ്പം തന്നെ ഉള്ളിലേക്ക് വായു വലിച്ചെടുക്കുകയും ചെയ്യും. ഈ ശക്തിയായിട്ടുള്ള പുറത്തേക്ക് വായു ചീറ്റലിൽ ആ ചുറ്റുമുള്ള വെള്ളമൊക്കെ ഇങ്ങനെ ജലധാര പോലെ പൊങ്ങും. ഇങ്ങനെ പുറത്തേക്ക് വെള്ളം ചീറ്റുന്നതിന്റെ രീതിയും സ്വഭാവവും ഒക്കെ നോക്കിക്കൊണ്ട് തന്നെ ഏതിനം തിമിംഗലങ്ങളാണെന്ന് വിദഗ്ധർക്ക് പറയാൻ പറ്റും. മത്സ്യങ്ങൾ ശീതരക്ത ജീവികളാണെന്ന് അറിയാമല്ലോ. അവയുടെ ശരീരത്തിനുള്ളിലെ താപം ചുറ്റുപാടുകൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതായത് അവക്ക് അവയുടെ ശരീരതാപം കൃത്യമായിട്ട് നിയന്ത്രിച്ച് നിർത്താനുള്ള കഴിവില്ല. അതായത് ഒരു കൃത്യമായിട്ടുള്ള റേഞ്ചിൽ അവയുടെ ശരീരോഷ്മാവ് നിലനിർത്തേണ്ട ആവശ്യം അവർക്കില്ല, അതിനുള്ള കഴിവുമില്ല. എന്നാൽ തിമിംഗലങ്ങൾ നമ്മളെപ്പോലെ ഉഷ്ണരക്ത ജീവികളാണ്, സസ്തനികളാണ്, വാം ബ്ലഡഡ് ആയിട്ടുള്ള ജീവിയാണ് അവ. അതായത് ചുറ്റുമുള്ള സമുദ്രത്തിലെ വെള്ളത്തിന്റെ താപനില എത്രയായാലും അവയുടെ ശരീരോഷ്മാവ് 36-37 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് തന്നെ ഇങ്ങനെ നിലനിർത്തണം. തണുത്തുറഞ്ഞ ആർട്ടിക് സമുദ്രം മുതൽ ചൂടുള്ള ഉഷ്ണമേഖല സമുദ്രങ്ങൾ വരെ അവ സഞ്ചരിക്കുന്നവരാണ്. അപ്പോഴൊക്കെയും ഇവയുടെ ശരീര ഊഷ്മാവ് ക്രമീകരിക്കുക എന്നത് അവർക്ക് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. തിമിംഗലങ്ങളുടെ ഏറ്റവും വലിയ താപനിയന്ത്രണ സംവിധാനം എന്നത് അവയുടെ തൊലിക്കടിയിലുള്ള ബ്ലബ്ബർ എന്ന് പറയുന്ന കൊഴുപ്പ് പാളിയാണ്. ഈ ബ്ലബ്ബർ എന്ന് പറയുന്നത് ചൂടിനെ കടത്തിവിടാതെ ഒരു ഇൻസുലേറ്റർ ആയിട്ട് പ്രവർത്തിക്കും.
ആർട്ടിക് സമുദ്രത്തിലൊക്കെ എത്തുമ്പോൾ കൊടുന്തണുപ്പ് പുറത്തുള്ളപ്പോൾ ഇവയുടെ ശരീരത്തിനുള്ളിലെ ചൂട് തൊലി വഴി പുറത്തേക്ക് പോകാതെ ഇവ തടയും. കൂടാതെ ഈ കൊഴുപ്പിന്റെ അളവ് വെള്ളത്തിൽ ഈ പൊങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ട് ബോയൻസിക്കും ഇവരെ സഹായിക്കുന്നുണ്ട്. ചിലയിനം തിമിംഗലങ്ങളുടെ മൊത്തം ഭാരത്തിന്റെ പകുതിയും ഈ കൊഴുപ്പായിരിക്കും. തണുത്ത പ്രദേശങ്ങളിൽ മാത്രമായിട്ട് ജീവിക്കുന്ന ഇനം തിമിംഗലങ്ങളുടെ, ഉദാഹരണമായിട്ട് ബ്ലോ ഹെഡ് തിമിംഗലങ്ങളുടെ ഒക്കെ ഈ കൊഴുപ്പ് പാളി ബ്ലബ്ബറിന്റെ അളവ് വളരെ കട്ടിയുള്ളതായിരിക്കും. ഒരടിയോളം വലിപ്പമുള്ളതാവും ഈ പാളി. ചൂടുള്ള പ്രദേശങ്ങളിലേക്ക്, ഉഷ്ണമേഖലാ സമുദ്രങ്ങളിലേക്ക് കുടിയേറുമ്പോൾ ഈ ബ്ലബ്ബർ പാളിയിലെ കൊഴുപ്പ് ഊർജത്തിന് വേണ്ടി ഉപയോഗിക്കുകയും അങ്ങനെ അതിന്റെ കനം കുറയ്ക്കുകയും ചെയ്യും ഇവ. അതേസമയം ബ്ലബ്ബർ കൊഴുപ്പ് പാളികൾ ഇല്ലാത്തതാണ് ഇവയുടെ ചിറകുകൾ, ഫ്ലിപ്പറുകളും അതേപോലെ വാലിലെ ഫ്ലൂക്കുകളും ഒക്കെ. അപ്പോൾ അതിലൂടെ ചൂട് നഷ്ടപ്പെടുമല്ലോ എന്നുള്ള ഒരു പ്രശ്നമുണ്ടല്ലോ. ഇത് തടയാൻ തിമിംഗലങ്ങൾ ഒരു പ്രത്യേക രക്തചംക്രമണ വിദ്യ ഉപയോഗിക്കുന്നുണ്ട്. കൗണ്ടർ കറന്റ് ഹീറ്റ് എക്സ്ചേഞ്ച് എന്ന പരിപാടി. ഒട്ടകങ്ങളിലൊക്കെ നമ്മളത് കണ്ടതാണ്. ശരീരത്തിൽ നിന്നും ഫ്ലിപ്പറുകളിലേക്ക് ചൂടുരക്തം കൊണ്ടുപോകുന്ന ധമനികൾക്ക് ചേർന്നാണ് ഫ്ലിപ്പറുകളിൽ നിന്നും ശരീരത്തിനുള്ളിലേക്ക് തിരിച്ച് രക്തം വരുന്ന സിരകളും ഉള്ളത്. ധമനിയിലെ ചൂടുരക്തം ഫ്ലിപ്പറുകളിലേക്ക് ഒഴുകുന്ന സമയം അതിനോട് ചേർന്ന് നിൽക്കുന്ന സിരകളിലേക്ക് ഈ ചൂട് മുഴുവൻ ഇവ കൈമാറും. ഇതുവഴി ഫ്ലിപ്പറിന്റെ അറ്റത്തെത്തുമ്പോഴേക്ക് ആ ചോരക്ക് പഴയ ചൂടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ചൂട് പുറത്തേക്ക് നഷ്ടപ്പെടുകയുമില്ല. അതേസമയം ശരീരത്തിനുള്ളിലേക്ക് തിരിച്ചു വരുന്ന സിരകളിൽ ചൂടുള്ള രക്തം ഉണ്ടാവുകയും ചെയ്യും. തിമിംഗലം കഠിനമായിട്ട് നീന്തുകയോ ചൂടുള്ള വെള്ളത്തിൽ എത്തുകയോ ഒക്കെ ചെയ്താൽ ശരീരം അമിതമായിട്ട് ചൂടാകാം. ഈ സമയത്ത് ഫ്ലിപ്പറുകളിലെ ധമനികൾ വികസിക്കുകയും കൂടുതൽ രക്തം ചർമ്മത്തിന് അരികിലേക്ക് എത്തുകയും ചെയ്യും. ഇതുവഴി അധികമുള്ള ചൂട് പുറത്തേക്ക് വെള്ളത്തിലേക്ക് അവർക്ക് കൈമാറാൻ പറ്റും. അങ്ങനെ ശരീരം കുറച്ച് തണുക്കും. ചുരുക്കത്തിൽ കട്ടിയുള്ള ഈ ബ്ലബ്ബർ പാളിയും അത്ഭുതകരമായിട്ടുള്ള രക്തചംക്രമണ വ്യവസ്ഥയും ഒക്കെയാണ് തിമിംഗലങ്ങളെ സമുദ്രത്തിലെ ഏത് താപനിലയെയും അതിജീവിക്കാൻ സഹായിക്കുന്നത്. ലോകത്തെ ഏറ്റവും വിശാല ഹൃദയ തിമിംഗലങ്ങളാണ്. നീലത്തിമിംഗലങ്ങളാണ് ഭൂമിയിൽ ഏറ്റവും വലിയ ഹൃദയമുള്ളവർ. ഒരു ചെറിയ കാറിന്റെ വലിപ്പം ഉണ്ടാവും നീലത്തിമിംഗലങ്ങളുടെ ഹൃദയത്തിന് എന്ന് പറഞ്ഞല്ലോ. അത്രയും വലിയ ഹൃദയം ഉണ്ടായാലേ തിമിംഗലങ്ങളുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും രക്തം എത്തുകയുള്ളൂ. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു നീലത്തിമിംഗലത്തിന്റെ ഹൃദയത്തിന് 600 കിലോഗ്രാമോളം ഭാരമുണ്ടാവും. ഇതിന്റെ പ്രധാന രക്തധമനിയായ അയോർട്ടയിലൂടെ നമ്മളെപ്പോലുള്ള ഒരു മനുഷ്യന് സുഖമായിട്ട് നീന്തി കടന്നു പോകാം. അതായത് തിമിംഗലങ്ങളുടെ ഹൃദയം സങ്കീർണമായിട്ടുള്ള സമുദ്ര പരിസ്ഥിതികളിൽ അതിജീവിക്കാൻ പാകത്തിൽ പരിണമിച്ചുണ്ടായതാണ്. മനുഷ്യന്റെ ഹൃദയം ഒരു മിനിറ്റിൽ 70-80 തവണ മിടിക്കുമ്പോൾ നീലത്തിമിംഗലങ്ങളുടെ ഹൃദയം ഉപരിതലത്തിലെത്തി വായു ശ്വസിക്കുന്ന സമയത്ത് 25 മുതൽ 37 തവണയാണ് സ്പന്ദിക്കുന്നത്. അതേസമയം ഇവ വെള്ളത്തിന്റെ ആഴങ്ങളിലേക്ക് ഊളിയിടുമ്പോൾ ഓക്സിജൻ ഉപയോഗം പരമാവധി കുറക്കുന്നതിന് വേണ്ടിയിട്ട് ഹൃദയമിടിപ്പ് ക്രമാതീതമായിട്ട് കുറക്കുന്നു. ആഴക്കടലിൽ തിമിംഗലങ്ങളുടെ ഹൃദയമിടിപ്പ് മിനിറ്റിൽ 2 മുതൽ 10 തവണ മാത്രമാണ്. ഇതിനാൽ തന്നെ ഓക്സിജന്റെ അളവ് പരമാവധി നിയന്ത്രിച്ച് പരമാവധി സമയം വെള്ളത്തിനടിയിൽ ഇവർക്ക് കഴിയാൻ പറ്റുന്നത്. അതുപോലെ ഇത്രയും വലിയ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും രക്തം എത്തിക്കാൻ പറ്റും വിധത്തിൽ ശക്തിയുള്ള മസിലുകളാണ് ഇവരുടെ ഹൃദയത്തിനുള്ളത്. ഓരോ തവണ സ്പന്ദിക്കുമ്പോഴും നീലത്തിമിംഗലങ്ങളുടെ ഹൃദയം 220 ലിറ്റർ രക്തം പമ്പ് ചെയ്യുന്നുണ്ട്. മറ്റു സസ്തനികളുടെ ഒക്കെ പോലെ തന്നെ തിമിംഗലങ്ങളുടെ ഹൃദയത്തിനും 4 അറകളുണ്ട്, 2 ആട്രിയവും 2 വെൻട്രിക്കിളും. നാം സാധാരണ വിചാരിക്കുന്നത് പോലെ തിമിംഗലങ്ങൾ വെള്ളത്തിനടിയിൽ കൂടുതൽ സമയം കഴിയുന്നത് അത്രയും അധികം വായു ഉള്ളിൽ പിടിച്ചു വെക്കാൻ പറ്റുന്ന വലിയ ശ്വാസകോശം ഉള്ളത് കൊണ്ടല്ല. മറിച്ച് അവർക്ക് അവയുടെ പേശികളിൽ ഓക്സിജൻ ശേഖരിച്ചു വെക്കാനുള്ള ഒരു ശേഷിയുണ്ട്. തിമിംഗലങ്ങളുടെ, പ്രത്യേകിച്ചിട്ടും സ്പേം തിമിംഗലങ്ങളെ പോലെയുള്ള ആഴക്കടലിൽ ഡൈവ് ചെയ്യുന്നവരുടെ പേശികളിൽ മയോഗ്ലോബിൻ എന്ന ഒരു തരം പ്രോട്ടീൻ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ടാകും. നമ്മൾ സസ്തനികളുടെയൊക്കെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ ആണല്ലോ ഓക്സിജനെ ചേർത്ത് പിടിച്ചുകൊണ്ട് കോശങ്ങളിൽ എത്തിക്കുന്നത്. അത്തരത്തിൽ ഓക്സിജൻ ശേഖരിച്ചു വെക്കാൻ ഈ മയോഗ്ലോബിന് കഴിയും. മനുഷ്യരെക്കാൾ 10 മുതൽ 30 മടങ്ങ് അധികം മയോഗ്ലോബിൻ ഇവരുടെ പേശികളിലുണ്ട്. അതുകൊണ്ട് തന്നെ തിമിംഗലങ്ങളുടെ പേശികൾക്ക് ഇരുണ്ട ചുവപ്പ് നിറമാണ് ഉണ്ടാകുക. തിമിംഗലങ്ങൾ ആഴങ്ങളിൽ ഊളിയിടുമ്പോൾ പേശികളിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന മയോഗ്ലോബിനിലെ ഓക്സിജൻ ഉപയോഗിച്ച് അവർക്ക് പേശികൾ പ്രവർത്തിപ്പിക്കാൻ പറ്റും. ഇതിലൂടെ തലച്ചോറിലേക്കും ഹൃദയത്തിലേക്കും ഒക്കെ ഹീമോഗ്ലോബിനൊപ്പം തന്നെ കൂടുതൽ ഓക്സിജൻ എത്തിക്കാൻ ഈ മയോഗ്ലോബിനും പറ്റും. അതുകൊണ്ട് തന്നെ മണിക്കൂറുകളോളം വെള്ളത്തിനടിയിൽ ശ്വാസം പിടിച്ചു നിൽക്കാൻ ഇവർക്ക് പറ്റും. അതായത് തിമിംഗലങ്ങളുടെ ഭീമാകാരമായിട്ടുള്ള ശരീരവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അവരുടെ ശ്വാസകോശം അത്ര വലുതൊന്നുമല്ല. എങ്കിലും ഇവയുടെ ശ്വാസകോശം അതിവേഗത്തിലും കാര്യക്ഷമമായും പ്രവർത്തിക്കാൻ പറ്റുന്ന വിധത്തിൽ പരിണമിച്ചുണ്ടായതാണ് താനും. മനുഷ്യർ ഒരു മിനിറ്റിൽ 12 മുതൽ 20 തവണയൊക്കെയാണ് ശ്വാസം വിടുക. എന്നാൽ തിമിംഗലങ്ങൾ ജലോപരിതലത്തിൽ വരുമ്പോൾ അതിവേഗത്തിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യും. ഒരു നീലത്തിമിംഗലത്തിന് ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ 5000 ലിറ്റർ വായു ഉള്ളിലേക്ക് എടുക്കാൻ പറ്റും. മനുഷ്യരുടെ ശ്വാസകോശ ശേഷി ഏകദേശം 6 ലിറ്റർ വരെ മാത്രമാണ്. അതുപോലെ മനുഷ്യർ ശ്വസിച്ച വായുവിലെ 10 മുതൽ 15% വരെ മാത്രമേ ഓക്സിജൻ അത് വലിച്ചെടുക്കുന്നുള്ളൂ. എന്നാൽ തിമിംഗലങ്ങൾ അങ്ങനെയല്ല. ശ്വാസകോശത്തിനുള്ളിൽ എത്തിയിരിക്കുന്ന വായുവിലെ 80 മുതൽ 90% വരെ ഓക്സിജനെയും അവ
വലിച്ചെടുക്കും. ഇതിലൂടെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ഓക്സിജൻ ഇവർക്ക് ശരീരത്തിൽ എത്തിക്കാൻ പറ്റുന്നുണ്ട്. വേറൊരു പ്രശ്നം കൂടിയുണ്ട്, ഇവർക്ക് ആഴക്കടലിലേക്ക് ഊളിയിടുമ്പോൾ കൂടുതൽ അളവ് വായു ഇവയുടെ ശ്വാസകോശത്തിൽ ഉണ്ടാകുന്നത് അപകടകരമാണ്. കാരണം ആഴങ്ങളിലെ ഉയർന്ന മർദ്ദം മൂലം ശ്വാസകോശം ചുരുങ്ങുകയും ചിലപ്പോൾ നൈട്രജന്റെ ആഗിരണം സംഭവിക്കുകയും ചെയ്യും. അങ്ങനെ വിഷലിപ്തമാവുകയൊക്കെ ചെയ്യാം. ഓക്സിജൻ പോലും ചിലപ്പോൾ ഇവർക്ക് അപകടകരമാവും. അതുകൊണ്ട് തന്നെ ആഴങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവ ശ്വാസകോശത്തിലെ വലിയൊരളവ് വായു പുറത്തേക്ക് കളയും. ചുരുക്കത്തിൽ മസിലുകളിൽ ഓക്സിജൻ ശേഖരിച്ചു വെക്കാനുള്ള ശേഷിയും അതിവേഗത്തിലും കാര്യക്ഷമവുമായും ശ്വസിക്കാനുള്ള ശ്വാസകോശത്തിന്റെ കഴിവും പ്രത്യേകതയുമൊക്കെയാണ് തിമിംഗലങ്ങളെ സമുദ്രത്തിന്റെ ഏതാഴങ്ങളിലും ജീവിക്കാൻ സഹായിക്കുന്നത്. തിമിംഗലങ്ങളുടെ ഉറക്കം ജന്തുലോകത്തിലെ ഏറ്റവും കൗതുകകരമായിട്ടുള്ള പ്രതിഭാസങ്ങളിൽ ഒന്നാണ്. നമ്മളൊക്കെ കട്ടിൽ കിടന്ന് എല്ലാം മറന്ന് 8 മണിക്കൂറൊക്കെ ഉറങ്ങുന്നത് പോലെ ഉറങ്ങാൻ ഇവർക്ക് പറ്റില്ല. അങ്ങനെ ഉറങ്ങിയാൽ ഇവർ ശ്വാസം കിട്ടാതെ മുങ്ങി ചത്തുപോകും. നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾ പ്രത്യേകിച്ചിട്ടൊന്നും ചെയ്തില്ലെങ്കിലും ശ്വാസം കഴിക്കൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമല്ലോ. എന്നാൽ ഇവർക്ക് അങ്ങനെയല്ല, ബോധപൂർവം ശ്വസിക്കേണ്ടവരാണിവർ, കോൺഷ്യസ് ബ്രീത്തേഴ്സ്. തിമിംഗലങ്ങൾ ഉറങ്ങിപ്പോയാൽ അതെങ്ങനെ പിന്നെ മുകളിൽ വന്ന് ശ്വാസം എടുക്കും? അതിനെ തന്നെ ഇവയുടെ തലച്ചോറ് എപ്പോഴും ഇവയെ സമയമാകുമ്പോഴൊക്കെയും മുകളിൽ പോയി ശ്വാസം എടുക്കൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതായത് പൂർണ്ണമായിട്ട് ഉറങ്ങിയാൽ ശ്വസിക്കാൻ മറന്നുപോവുകയും വെള്ളത്തിനടിയിൽ ശ്വാസം മുട്ടി മരിക്കുകയും ചെയ്യും. ഈ പ്രതിസന്ധി മറികടക്കാൻ തിമിംഗലങ്ങളിൽ പരിണമിച്ചുണ്ടായ അത്ഭുതകരമായിട്ടുള്ള ഒരു ഉറക്ക രീതിയാണ് യൂനി ഹെമിസ്ഫിയറിക് സ്ലോ വേവ് സ്ലീപ്പ്. തിമിംഗലങ്ങൾ ഉറങ്ങുമ്പോൾ അവയുടെ മസ്തിഷ്കത്തിന്റെ ഒരു പകുതി 1 ഹെമിസ്ഫിയർ മാത്രമേ ഉറങ്ങാറുള്ളൂ. മറ്റേ പകുതി പൂർണ്ണമായിട്ടും ഉണർന്നിരിക്കും. ഉണർന്നിരിക്കുന്ന മസ്തിഷ്കത്തിന്റെ ആ പകുതി എപ്പോൾ മുകളിലേക്ക് ഉപരിതലത്തിലേക്ക് ശ്വാസം എടുക്കാൻ വരണമെന്നും ചുറ്റുപാടും ശ്വാസം മുട്ടിക്കുന്ന അല്ലെങ്കിൽ ശത്രുക്കൾ ഉണ്ടോ എന്നൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. സാധാരണയായിട്ട് ഉറങ്ങുന്ന മസ്തിഷ്കത്തിന്റെ ആ പകുതിയുടെ വിപരീത ഭാഗത്തുള്ള കണ്ണും അടഞ്ഞിരിക്കും. ഉദാഹരണത്തിന് വലത് മസ്തിഷ്കം, വലത് ഹെമിസ്ഫിയർ ഉറങ്ങുമ്പോൾ ഇടത് കണ്ണ് അടഞ്ഞിരിക്കും. ഇനി തിമിംഗലങ്ങളും 2 വിധത്തിലാണ് ഉറങ്ങാറുള്ളത്. ലോഗിങ് എന്നാണ് അതിൽ ഒന്നിന് പേര്. മരക്കഷ്ണമൊക്കെ വെള്ളത്തിൽ നിശ്ചലമായിട്ട് പൊങ്ങിക്കിടക്കുന്നത് പോലെ. അപ്പോൾ ഈ ശ്വാസദ്വാരം, ബ്ലോ ഹോള് ജലോപരിതലത്തിൽ ഉള്ളതിനാൽ തന്നെ അതിന് ശ്വസിക്കാൻ വിഷമമൊന്നുമില്ല ഉറങ്ങുമ്പോഴും. വേറൊന്നാണ് വെർട്ടിക്കൽ സ്നൂസിങ് എന്ന് പറയുന്നത്. വെള്ളത്തിനടിയിൽ ലംബമായിട്ട് തലമുകളിലേക്കോ കീഴോട്ടോ ആയിട്ട് അങ്ങനെ കിടക്കുക. സ്പേം തിമിംഗലങ്ങൾ ഈ രീതിയിലാണ് ഉറങ്ങാറുള്ളത്. അതുപോലെ തന്നെ മനുഷ്യരെ പോലെ ദീർഘനേരം ഇവ ഉറങ്ങാറില്ല. ഒരു സമയം ഏതാനും മിനിറ്റുകൾ, 10 മുതൽ 15 മിനിറ്റുകൾ വരെ മാത്രമായിരിക്കും ഇവയുടെ ഉറക്കത്തിന്റെ ദൈർഘ്യം. അതായത് ഒരു കണ്ണടച്ചുള്ള ഉറക്കത്തിന്റെ. ഒരു ദിവസത്തിൽ ഇങ്ങനെ നോക്കിയാൽ 7-8 മണിക്കൂർ വരെ ഇവ ഉറങ്ങിയേക്കും. ഹംബാക്ക് തിമിംഗലങ്ങൾ ചിലപ്പോൾ ഒരു ദിവസത്തിന്റെ 35% സമയത്തോളവും ഈ ലോഗിങ് രീതിയിൽ ഇങ്ങനെ കിടക്കാറുണ്ട്. നവജാത ശിശുക്കളായിട്ടുള്ള തിമിംഗല കുഞ്ഞുങ്ങള് അവ പിറന്ന ഉടനെയുള്ള ആദ്യത്തെ കുറച്ച് ആഴ്ചകൾ ഒട്ടും ഉറങ്ങാറേയില്ല. അതായത് അവ തുടർച്ചയായിട്ട് നീന്തി അവയുടെ ശരീരതാപം നിയന്ത്രിക്കേണ്ടതുണ്ട്. അവർക്ക് ബ്ലബ്ബർ പാളിയൊന്നും അവയുടെ ശരീരത്തിലായിട്ടുണ്ടാവില്ല. അതുപോലെ അമ്മ തിമിംഗലത്തോട് ചേർന്ന് ഒപ്പം നീന്തുന്നതിനാൽ ഈ നീന്തലിന് വേണ്ടിയിട്ടുള്ള ഊർജം സംരക്ഷിക്കാനും അവർക്ക് പറ്റും. കൂടെ അമ്മക്കൊപ്പം ചേർന്ന് അല്പം വിശ്രമിക്കാനും പറ്റും. തിമിംഗലങ്ങൾ സ്വപ്നം കാണുമോ എന്ന ചോദ്യത്തിന് ഇപ്പോഴും ശാസ്ത്രജ്ഞന്മാർക്ക് അത്ര കൃത്യമായിട്ടുള്ള ഉത്തരവൊന്നും ലഭ്യമായിട്ടില്ല. സ്വപ്നം കാണാൻ ആവശ്യമായിട്ടുള്ള റെം സ്ലീപ്പ് ഇവരിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ നിരീക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. പല തിമിംഗല വർഗ്ഗങ്ങള്, പ്രത്യേകിച്ചും ബലീൻ തിമിംഗലങ്ങളൊക്കെ പ്രജനന ആവശ്യത്തിനായിട്ട് ദീർഘദൂര സഞ്ചാരങ്ങൾ നടത്താറുണ്ട്. വളരെ ദീർഘമായിട്ടുള്ള സഞ്ചാരം. തണുത്ത ധ്രുവപ്രദേശങ്ങളിൽ നിന്നും ധാരാളം ഭക്ഷണം കഴിച്ച് കൊഴുപ്പ് നേടി ബ്ലബ്ബറുകൾ അധികമാക്കി അവ കുഞ്ഞുങ്ങളെ പ്രസവിക്കാനായിട്ട് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലെ ചൂടുള്ള സമുദ്രങ്ങളിലേക്ക് സഞ്ചരിച്ചു വരും. ഇവിടെ വെച്ചാണ് ഇണചേരൽ നടക്കുന്നത്. ആൺതിമിംഗലങ്ങൾ പെൺതിമിംഗലങ്ങളെ ആകർഷിക്കാൻ വേണ്ടി പാട്ടുപാടുകയൊക്കെ ചെയ്യും. കൂടെ മറ്റ് ആണുങ്ങളുമായിട്ട് മത്സരിക്കുകയും ചെയ്യും. തിമിംഗലങ്ങളുടെ ഗർഭകാലം സ്പീഷീസുകൾക്കനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും. സാധാരണയായിട്ട് ഇത് 10 മുതൽ 18 മാസം വരെ നീണ്ടതാണ്. ഹംബാക്ക് തിമിംഗലങ്ങൾക്ക് 11-12 മാസമാണ് ഗർഭകാലം. സ്പേം തിമിംഗലങ്ങൾക്ക് ഇത് 14 മുതൽ 16 മാസം വരെയാണ്. ഗർഭകാലത്തിന് ശേഷം സാധാരണയായിട്ട് തിമിംഗലങ്ങൾ ഒറ്റ കുഞ്ഞിനെയാണ് പ്രസവിക്കുക. ഇരട്ടക്കുട്ടികൾ അപൂർവമായിട്ടുണ്ടാവും. കുഞ്ഞ് ജനിക്കുന്നത് വാൽഭാഗം ആദ്യമായിട്ടാണ്, ടെയിൽ ഫസ്റ്റ് ബർത്ത്. ഇത് കുഞ്ഞ് പ്രസവിച്ച ഉടനെ തന്നെ ശ്വാസം മുട്ടി മരിക്കാതിരിക്കാൻ കൂടി സഹായിക്കാനാണ്. കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ അമ്മ തിമിംഗലം ഈ കുഞ്ഞിനെ തള്ളി ജലോപരിതലത്തിലേക്ക് കൊണ്ടുവരണം, എങ്കിലേ അതിന് ശ്വസിക്കാൻ പറ്റൂ. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ പ്രസവിച്ച ഉടനെ തന്നെ ആദ്യ ശ്വാസം എടുത്ത് കരയുന്ന ആ ശബ്ദം കേൾക്കാനാണല്ലോ നമ്മളൊക്കെ കാത്തിരിക്കുക. അതുപോലെ തന്നെ ഈ അമ്മ തിമിംഗലങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കുഞ്ഞ് മുകളിലേക്ക് എത്തി ആദ്യമായിട്ട് അവയുടെ തലയുടെ മുകളിലുള്ള ബ്ലോ ഹോളിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന ആ നിമിഷമാണ് ഏറ്റവും പ്രധാനം. ഈ കൈകളൊന്നുമില്ലാതെ ഈ അമ്മ തിമിംഗലം ഈ ഫ്ലിപ്പറുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ പറന്നു വീണ കുഞ്ഞിനെ, ബോധമില്ലാതെ കിടക്കുന്ന ഈ കുഞ്ഞിനെ തള്ളി മുകളിലേക്ക് കൊണ്ടുപോകുന്നത് ഒരു അത്ഭുത കാഴ്ച തന്നെയാണ്. അതുപോലെ തിമിംഗലം ഈ കുഞ്ഞുങ്ങളെ മുലയൂട്ടുമെന്ന് പറഞ്ഞല്ലോ. അതിന്റെ പാല് വളരെ കട്ടിയുള്ളതും കൊഴുപ്പേറിയതുമാണ്. ഏകദേശം 30 മുതൽ 50% കൊഴുപ്പാണ് അതിലുള്ളത്. അതായത് മനുഷ്യന്റെ പാലിനേക്കാൾ 10 മടങ്ങ് കൊഴുപ്പ് അതിലുണ്ടാവും.
ഈ പാലിങ്ങനെ കുടിച്ച് നീലത്തിമിംഗലങ്ങളുടെ കുഞ്ഞുങ്ങള് ഓരോ ദിവസവും 90 കിലോഗ്രാമോളം ഭാരം വെച്ചുകൊണ്ടേയിരിക്കും. അതായത് ഓരോ മണിക്കൂറിലും 3.7 കിലോഗ്രാം ഭാരം ഇവയുടെ കൂടിക്കൊണ്ടിരിക്കും. വെള്ളത്തിനടിയിൽ വെച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് പാല് നൽകുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. വയറിലെ പ്രത്യേക പേശികൾ ഉപയോഗിച്ച് കുഞ്ഞിന്റെ വായിലേക്ക് നേരിട്ട് ഈ പാല് ചീറ്റി കൊടുക്കുകയാണ് ചെയ്യുക. നമ്മുടെ ടൂത്ത് പേസ്റ്റ് ഒക്കെ പോലെ അത്രയും കൊഴുപ്പോടെ ആണ് ഈ പാലുള്ളത്. ഇങ്ങനെ അല്ലാതെ നൽകിയാൽ ആ പാല് മുഴുവൻ വെള്ളത്തിലങ്ങ് ലയിച്ചു പോകുമല്ലോ. ഇങ്ങനെ കട്ടിയുള്ളതിനാൽ അത് നേരിട്ട് സ്ക്യൂസ് ചെയ്ത് തെറിപ്പിക്കുന്നത് പോലെ ഈ കുഞ്ഞിന്റെ വായിലേക്ക് എത്തും. ഈ ഉയർന്ന കൊഴുപ്പുള്ള പാല് കഴിച്ച് കുഞ്ഞുങ്ങൾ വളരെ വേഗത്തിലാണ് വളരുക. ബ്ലബ്ബർ പാളി ഈ കുഞ്ഞുങ്ങളുടെ ശരീരത്തിനുള്ളിൽ വേഗത്തിൽ ഉണ്ടാകും. ഇങ്ങനെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഈ തണുപ്പിൽ തണുത്തുറഞ്ഞ് ചത്തുവും, അല്ലെങ്കിൽ ഈ തണുത്ത പ്രദേശങ്ങളിലാണെങ്കിൽ അവർക്ക് ഫ്രോസ്റ്റ് ബൈറ്റ് സംഭവിക്കും. തിമിംഗലങ്ങളുടെ അമ്മയും കുഞ്ഞും തമ്മിൽ ശക്തമായിട്ടുള്ള ബന്ധം നിലനിർത്തും. അച്ഛനവിടെ ഒരു റോളുമില്ല. ഇടചേർന്ന് കഴിഞ്ഞാൽ ആ തിമിംഗലങ്ങൾ സ്ഥലം കാലിയാക്കും. പല വർഗങ്ങളിലും കുഞ്ഞുങ്ങൾ വർഷങ്ങളോളം അമ്മയോടൊപ്പം തന്നെ താമസിക്കും, കൂടെ കഴിയും, സഞ്ചരിക്കും. അമ്മയാണ് ഇവരെ നീന്താനും വേട്ടയാടാനും ഒക്കെ പഠിപ്പിക്കുന്നതും. തിമിംഗലങ്ങളുടെ പ്രജനന നിരക്ക് വളരെ കുറവാണ്. പല വർഗ്ഗങ്ങളിലും ഏതാനും വർഷങ്ങളിൽ ഒരിക്കൽ മാത്രമേ പ്രസവിക്കാറുമുള്ളൂ. ഇത് ഇവയുടെ വംശവർദ്ധനവിനെ പതുക്കിയാക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് മലിനീകരണങ്ങളും കപ്പലുകളുമായിട്ടുള്ള കൂട്ടിയിടിയും ഒക്കെ കുഞ്ഞുങ്ങളുടെ അതിജീവനത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുമുണ്ട്. പല്ലുള്ള തിമിംഗലങ്ങൾ, ടൂത്ത്ഡ് വെയിൽസ്, വളരെ ആഴമുള്ള കടലുകളിൽ അവ ഇരതേടുന്നത് അവിടെ ഇരുട്ടാണല്ലോ. അതിനാശ്രയിക്കുന്ന എക്കോലൊക്കേഷൻ എന്ന അതിവിസ്മയകരമായിട്ടുള്ള സംവിധാനത്തെയാണ്. നമ്മുടെ വവ്വാലുകളൊക്കെ ചെയ്യുന്നത് പോലെ. ലളിതമായി പറഞ്ഞാൽ ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ച് വഴി കണ്ടെത്തുകയും ഇരകളെ കണ്ടെത്തുകയും വേട്ടയാടുകയും ഒക്കെ ചെയ്യുന്ന ഒരു തരം ബയോളജിക്കൽ സോണാറാണത്. സ്പേം തിമിംഗലങ്ങൾ കൂടാതെ ഡോൾഫിനുകൾ, ഓർക്കുകൾ ഒക്കെ ഈ രീതി ഉപയോഗിക്കുന്നുണ്ട്. തിമിംഗലങ്ങളുടെ ബ്ലോ ഹോളിന് തൊട്ട് താഴെയുള്ള ഫോണിക് ലിപ്സ് എന്ന് അറിയപ്പെടുന്ന പ്രത്യേക തരത്തിലുള്ള പേശികൾ ഉപയോഗിച്ചാണ് എക്കോലൊക്കേഷൻ ആവശ്യമായിട്ടുള്ള ശബ്ദങ്ങൾ ഇവർ ഉണ്ടാക്കുന്നത്. ഈ ശബ്ദങ്ങൾ കടുപ്പമുള്ള ക്ലിക്ക് ശബ്ദമായിട്ടാണ് അനുഭവപ്പെടുക. ഇങ്ങനെ ഉണ്ടാക്കുന്ന ശബ്ദ തരംഗങ്ങൾ തലയുടെ മുൻഭാഗത്തുള്ള മെലൻ എന്ന് പറയുന്ന കൊഴുപ്പ് നിറഞ്ഞ അവയവത്തിലൂടെ കടന്നു പോകുന്നു. മെലൻ ഒരു ലെൻസ് പോലെ പ്രവർത്തിക്കുകയും ശബ്ദ തരംഗങ്ങളിലെ ഒരു പ്രത്യേക ദിശയിലേക്ക് ഫോക്കസ് ചെയ്ത് ബീം പോലെയാക്കി സമുദ്രത്തിലേക്ക് അയക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ തിമിംഗലം പുറപ്പെടുവിച്ച ശബ്ദ തരംഗം സമുദ്രത്തിലെ ഇരകളിലോ, ഉദാഹരണമായിട്ട് സ്ക്വിഡുകൾ, മത്സ്യങ്ങൾ, അവയിലൊക്കെയോ പാറകളിലോ മറ്റ് തടസ്സങ്ങളിലോ തട്ടി തിരിച്ചു വരുന്നു. ഈ തിരിച്ചു വരുന്ന ശബ്ദത്തെയാണ് എക്കോ എന്ന് പറയുന്നത്. ഈ സമുദ്ര സസ്തനികൾക്കൊന്നും പുറത്ത് ചെവിയില്ല. പകരം തിരിച്ചു വരുന്ന എക്കോ ശബ്ദങ്ങളെ ഇവയുടെ താഴത്തെ താടിയെല്ലാണ് സ്വീകരിക്കുന്നത്. താടിയെല്ലിലെ കൊഴുപ്പ് നിറഞ്ഞ ഭാഗം ഈ ശബ്ദ തരംഗങ്ങളെ ഉൾച്ചെവിയിലേക്ക് എത്തിക്കുന്നു. ഉൾച്ചെവിയിലെത്തിയിരിക്കുന്ന ശബ്ദ സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലേക്ക് എത്തിക്കുകയും തിമിംഗലങ്ങളുടെ മസ്തിഷ്കം വളരെ വേഗത്തിൽ ഈ സന്ദേശങ്ങളെ വിശകലനം ചെയ്യുകയും തിരിച്ചറിയുകയും ചെയ്യുന്നു. ഈ വിവരങ്ങൾ വിശകലനം ചെയ്യുന്നതിലൂടെ ഇരയുടെ വലിപ്പം, രൂപം, അവിടത്തേക്കുള്ള അകലം എന്നിവയൊക്കെ ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റും. വളരെ ചെറിയ ഒരു വസ്തുവിനെ പോലും ഇത്തരത്തിൽ ഇവർക്ക് തിരിച്ചറിയാൻ പറ്റും. നീലത്തിമിംഗലങ്ങളെ പോലെയുള്ള ബലീൽ തിമിംഗലങ്ങളിൽ, ഈ സ്പേം തിമിംഗലങ്ങളെ പോലെയുള്ള പല്ലുള്ള തിമിംഗലങ്ങളിൽ കാണുന്നത് തരത്തിലുള്ള സങ്കീർണമായിട്ടുള്ള എക്കോലൊക്കേഷൻ സംവിധാനം വികസിച്ചതായിട്ട് കണ്ടിട്ടില്ല. എങ്കിലും അവ താഴ്ന്ന ആവൃത്തിയിലുള്ള ശബ്ദങ്ങൾ, ഇൻഫ്രാസൗണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് കിലോമീറ്ററുകൾ അകലെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യും. സമുദ്രത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള നിഗൂഢമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് ഈ തിമിംഗലങ്ങളുടെ സംഗീതം എന്നത്. നീലത്തിമിംഗലം പോലെയുള്ള ബലീൽ തിമിംഗലങ്ങൾ, പ്രത്യേകിച്ച് ഹംബാക് തിമിംഗലങ്ങളൊക്കെയാണ് ഈ രംഗത്തെ പ്രമുഖർ അല്ലെങ്കിൽ പ്രധാന ഗായകർ. ഇത് വെറും ഒരു ശബ്ദങ്ങൾ ഉണ്ടാക്കൽ മാത്രമല്ല, മറിച്ച് കൃത്യമായിട്ടുള്ള ഘടനയും താളവുമുള്ള പാട്ടുകൾ തന്നെയാണ്. ഹംബാക് തിമിംഗലങ്ങൾ ഉണ്ടാക്കുന്ന പാട്ടുകൾ മനുഷ്യർ നിർമ്മിക്കുന്ന സംഗീതത്തിന് സമാനമായിട്ടുള്ള സങ്കീർണ ഘടനയുള്ളവയാണ്. 8 മുതൽ 9 വരെ വ്യത്യസ്ത തീമുകൾ കൃത്യമായിട്ടുള്ള ക്രമത്തിൽ ആവർത്തിക്കുന്നതിനെയാണ് പാട്ട് എന്ന് വിളിക്കുന്നത്. ഒരു പാട്ട് ചിലപ്പോൾ 10 മുതൽ 20 മിനിറ്റ് വരെ നീണ്ടു നിൽക്കും. ചിലപ്പോൾ ഇവ തുടർച്ചയായിട്ട് മണിക്കൂറുകളോളം തുടരും. ഹംബാക് തിമിംഗലങ്ങളിൽ ആൺ തിമിംഗലങ്ങൾ മാത്രമേ ഈ പാട്ട് പാടാറുള്ളൂ. പ്രധാനമായിട്ടും പ്രജനന കാലത്താണ് ഇവ ഈ പാട്ട് പാടുന്നത്. പെൺതിമിംഗലങ്ങളെ ആകർഷിക്കാനോ അല്ലെങ്കിൽ മറ്റ് ആൺതിമിംഗലങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനോ ഒക്കെ ആയിരിക്കാം ഈ പാട്ട് ഇവരെ സഹായിക്കുന്നത്. ഒരു പ്രത്യേക പ്രദേശത്തെ, ഉദാഹരണത്തിന് ഉത്തര പസഫിക് സമുദ്രത്തിലെ എല്ലാ ആൺതിമിംഗലങ്ങളും ഒരേ പാട്ടാണ് പാടുക. എന്നാൽ കാലക്രമത്തിൽ ഈ പാട്ടിന് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഈ പുതിയ പാട്ട് ആ പ്രദേശത്തെ എല്ലാ തിമിംഗലങ്ങളും ഏറ്റുപാടും. ഇത് ജന്തുലോകത്തെ അപൂർവമായിട്ടുള്ള ഒരു സാംസ്കാരിക കൈമാറ്റത്തിന് ഉദാഹരണമാണ്. സമുദ്രത്തിൽ വളരെ വേഗം ശബ്ദം സഞ്ചരിക്കുമെന്നറിയാമല്ലോ. തിമിംഗലങ്ങൾ പുറപ്പെടുവിക്കുന്ന ലോ ഫ്രീക്വൻസിയുള്ള താഴ്ന്ന ആവൃത്തിയിലുള്ള ശബ്ദങ്ങൾ അത് കിലോമീറ്ററുകളോളം, ചിലപ്പോൾ ഒരു സമുദ്രത്തിന്റെ ഒരു ഭാഗത്തു നിന്ന് മറ്റേ ഭാഗത്തോളം സഞ്ചരിക്കുന്നവയാണ്. 1977 നാസ ബഹിരാകാശത്തേക്ക് അയച്ച വോയേജർ പേടകത്തിൽ ഭൂമിയുടെ പ്രതിനിധിയായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു ഹംബാക്ക് തിമിംഗലത്തിന്റെ പാട്ടായിരുന്നു. നീലത്തിമിംഗലങ്ങൾ പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങൾ മനുഷ്യരുടെ ചെവിക്ക് കേൾക്കാൻ പറ്റാത്ത തരത്തിലുള്ള കുറഞ്ഞ ആവൃത്തിയിലുള്ളവയാണ്.
ഇൻഫ്രാസൗണ്ട്. എങ്കിലും വളരെ ദൂരത്തേക്ക് ആശയവിനിമയം നടത്താൻ വേണ്ടിയിട്ട് ഈ ശബ്ദം ഇവയെ സഹായിക്കുന്നുണ്ട്. തിമിംഗലങ്ങളുടെ വിസർജ്യം മറ്റു ജീവികളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഇത് സാധാരണ ദ്രവരൂപത്തിലോ അല്ലെങ്കിൽ ഫ്ലോക്കുലന്റ് ആയിട്ടുള്ള മൃദുവായിട്ടുള്ള ഖരരൂപത്തിലോ ഒക്കെയാണ് ഉണ്ടാവുക. കൗതുകകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ തിമിംഗലങ്ങൾ വിസർജിക്കുന്നത് എപ്പോഴും സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ വന്നാണ്. ഇതിനൊരു കാരണം ആഴക്കടലിൽ വെച്ചിട്ട് തിമിംഗലങ്ങൾക്ക് വിസർജിക്കാൻ പ്രയാസമാണ് എന്നുള്ളത് തന്നെയാണ്. കൂടാതെ ഇവയുടെ വിസർജ്യത്തിന് വെള്ളത്തേക്കാൾ സാന്ദ്രത കുറവായതിനാൽ അത് ഉപരിതലത്തിലേക്ക് പൊങ്ങിക്കിടക്കുന്നതുമാണ്. സമുദ്രത്തിലെ അടിയിലെ പോഷകങ്ങൾ മുകളിലെത്തിക്കുന്ന ഒരു പമ്പായിട്ട് ഈ തിമിംഗലങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിനാൽ വെയിൽ പമ്പ് എന്ന് പറയാറുണ്ട്. തിമിംഗലങ്ങൾ, പ്രത്യേകിച്ചിട്ടും സ്പേം തിമിംഗലങ്ങൾ, കടലിന്റെ ആഴങ്ങളിലേക്ക് പോയി അവിടെയുള്ള സ്കിഡുകളെയും മറ്റു ജീവികളെയുമാണ് ആഹരിക്കുക. ഈ ആഴക്കടൽ ജീവികളിൽ ധാരാളമായിട്ട് അയൺ, ഇരുമ്പ്, അതുപോലെ തന്നെ നൈട്രജൻ ഘടകങ്ങൾ ഒക്കെ ഉണ്ടാകും. ഇത്തരത്തിലുള്ള പോഷകങ്ങൾ അടങ്ങിയ ഈ ജീവികളെ ഭക്ഷണമാക്കിയതിന് ശേഷം തിമിംഗലങ്ങൾ ശ്വസിക്കാനായിട്ട് ജലോപരിതലത്തിലേക്ക് വരും. അവിടെ വെച്ച് വിസർജിക്കും. അതായത് തിമിംഗലത്തിന്റെ വിസർജ്യത്തിലും ഈ ആഴക്കടലിൽ നിന്നും ശേഖരിച്ച ഭക്ഷണത്തിലെ നൈട്രജനും അയണും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ടാവും. തിമിംഗലങ്ങൾ ഇത് ഒരു വളമായിട്ട് സമുദ്ര ഉപരിതലത്തിൽ നൽകുകയാണ് ചെയ്യുന്നത്. സമുദ്ര ഉപരിതലത്തിൽ ജീവിക്കുന്ന സൂക്ഷ്മമായിട്ടുള്ള സസ്യപ്ലവകങ്ങളാണല്ലോ ഫൈറ്റോ പ്ലാങ്ടണുകൾ. ഇവർക്ക് വളരാൻ അയൺ, ഇരുമ്പ് ആവശ്യമാണ്. തിമിംഗല വിസർജ്യത്തിൽ നിന്നും ലഭിക്കുന്ന ഈ അയൺ, ഇരുമ്പ് ഘടകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഫൈറ്റോ പ്ലാങ്ടണുകൾക്ക് നന്നായി വളരാൻ പറ്റും. കരയിലെ സസ്യങ്ങളെ പോലെ തന്നെ ഇവയും പ്രകാശ സംശ്ലേഷണം നടത്തുന്നുണ്ട്. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ നന്നായിട്ട് വലിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ പുറത്തേക്ക് ഓക്സിജൻ വിടുകയും ചെയ്യും. നമ്മുടെയൊക്കെ ഒരു പൊതുധാരണ കരയിലെ മരങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ അത്രയും നൽകുന്നത് എന്നാണല്ലോ. എന്നാൽ സത്യത്തിൽ ഈ കടലിലെ ഇത്തരത്തിലുള്ള ഫൈറ്റോ പ്ലാങ്ടണുകളാണ് അന്തരീക്ഷത്തിലേക്ക് ഓക്സിജന്റെ പകുതിയോളം സംഭാവന നൽകുന്നത്. ചുരുക്കത്തിൽ തിമിംഗലങ്ങളുടെ എണ്ണം കുറയുന്നത്, അവയുടെ ഇത്തരത്തിലുള്ള വിസർജ്യങ്ങൾ കുറയുന്നത് ഉപരിതലത്തിൽ അയണിന്റെ അളവിനെ കുറയ്ക്കുകയും ഫൈറ്റോ പ്ലാങ്ടണുകളുടെ വളർച്ചയെ കുറയ്ക്കുകയും ചെയ്യും. അതായത് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കുന്നത് കുറക്കും. ആഗോളതാപനം കൂടാൻ കാരണമാവും. അതായത് കാലാവസ്ഥാ വ്യതിയാനത്തിൽ പോലും തിമിംഗലങ്ങളുടെ വിസർജ്യത്തിന് ഒരു പങ്കുണ്ട്. അതുപോലെ ലോകത്തിലെ ഏറ്റവും വിലയേറിയ നിഗൂഢമായിട്ടുള്ള ഒരു പദാർത്ഥമാണ് ആംബർഗ്രീസ്. ഇതിന് തെറ്റായിട്ട് ചിലപ്പോൾ തിമിംഗല ഛർദി എന്നൊക്കെ നമ്മുടെ പത്രങ്ങളിൽ നമ്മൾ കാണാറുണ്ട്. ഇത് ഛർദിയല്ല, സ്പേം തിമിംഗലങ്ങളുടെ ദഹന വ്യവസ്ഥയിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നം കൊണ്ടുണ്ടാകുന്ന ഒരു വസ്തുവാണ്. എണ്ണത്തിമിംഗലങ്ങൾ അല്ലെങ്കിൽ സ്പേം തിമിംഗലങ്ങൾ കാര്യമായിട്ടും ഭക്ഷണമാക്കുന്നത് ഭീമൻ സ്ക്വിഡുകളെയാണ് കടലിന്റെ ആഴങ്ങളിൽ നിന്ന്. ഈ കണവയുടെയും കൂന്തലിന്റെയും ഒക്കെ ശരീരത്തിന്റെ ഭാഗമായിട്ടുള്ള കടുപ്പമുള്ള ചുണ്ട്, കൊക്ക്, നാക്ക്, പേന, അതായത് ഇന്റേണൽ ഷെല്ലുകൾ, ഇതൊക്കെ ദഹിക്കാതെ ആമാശയത്തിൽ കുമിഞ്ഞുകൂടും. തിമിംഗലങ്ങൾക്ക് ഇത് ദഹിപ്പിക്കൽ വിഷമമുള്ള കാര്യമാണ്. സാധാരണയായിട്ട് ഇവ കൂടുമ്പോൾ തിമിംഗലങ്ങൾ ഇവ ഛർദ്ദിച്ച് പുറത്തേക്ക് കളയും. അതല്ല ആംബർഗ്രീസ്, അത് വെറും തിമിംഗലത്തിന്റെ ഛർദി. ആംബർഗ്രീസ് ഉണ്ടാകുന്നത് വേറൊരു വിധത്തിലാണ്. ചിലപ്പോൾ ഈ കൂർത്ത ഭാഗങ്ങൾ, കണവയുടെയും കൂന്തലിന്റെയും ദഹിക്കാത്ത ഭാഗങ്ങൾ തിമിംഗലത്തിന്റെ കുടലിലേക്ക് എത്തും. കുടലിന്റെ ഭിത്തികളിൽ ഈ കൂർത്ത ഭാഗങ്ങൾ ഉരയും, അവിടെ അലോസരമുണ്ടാക്കും. അപ്പോഴുണ്ടാകുന്ന ഈ ഒരു പ്രതികരണമായിട്ട്, അതിനോടുള്ള ഒരു പ്രകോപനമായിട്ട് തിമിംഗലത്തിന്റെ ശരീരം ഒരു പ്രത്യേക തരം ഗ്രീസ് പോലെയുള്ള ഒരു വസ്തു ഉണ്ടാക്കും. ഒരു കൊഴുപ്പുള്ള പദാർത്ഥം, ബൈല് പോലെയുള്ള ഒരു പദാർത്ഥം. ഇത് കുടലിലെത്തിയിരിക്കുന്ന ഈ ദഹിക്കാത്ത കൂർത്ത ഭാഗങ്ങളെയൊക്കെ പരസ്പരം ചേർത്ത് പിടിക്കുകയും പുറംഭാഗം മൃദുവാക്കി കൂടുതൽ ഒരയുന്നതും പ്രകോപനം ഉണ്ടാക്കുന്നതും ഒക്കെ തടയുകയും ചെയ്യും. കൂടാതെ ചെറുകുടലിൽ നിന്നും ഇതിലുള്ള വെള്ളമൊക്കെ വലിച്ചെടുക്കുന്നതോടുകൂടി പാറ പോലെ ഉറക്കും. ഇതിങ്ങനെ തുടരുകയും അവസാനം അത് മലാശയത്തിലെത്തുകയും ചെയ്യും. മലാശയത്തിൽ വെച്ച് നിരവധി പാളികൾ അതിനെ കൂടിച്ചേർക്കപ്പെടും. ക്രമേണ അത് വലുതാകുകയും അത് ആംബർഗ്രീസായി മാറുകയും ചെയ്യും. 1% തിമിംഗലങ്ങളിലെ ഇത്തരത്തിലുള്ള ഒരു ആംബർഗ്രീസ് ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിലേക്കൊക്കെ എത്തുകയുള്ളൂ. അതിനാൽ ഇത് വളരെ അപൂർവമാണ്. ഇതെങ്ങനെയാണ് തിമിംഗലത്തിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്നതിനെ പറ്റി ശാസ്ത്രജ്ഞന്മാർക്ക് ഭിന്നാഭിപ്രായമാണുള്ളത്. ആംബർഗ്രീസ് കുടലിലാണ് രൂപപ്പെടുന്നത് എന്നതിനാൽ തന്നെ അത് മലത്തിലൂടെയാണ് പുറത്തേക്ക് വരാനുള്ള സാധ്യത കൂടുതൽ എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. എന്തായാലും അത് ഛർദിയല്ല. ചിലപ്പോഴും ഇത് വളരെ വലുതാവുകയും കുടലിൽ തടസ്സമുണ്ടാക്കുകയും അങ്ങനെ വയർ പൊട്ടി പുറത്തു വരികയും ചെയ്യാം. അതല്ലെങ്കിൽ തിമിംഗലം ചത്തു കഴിഞ്ഞതിന് ശേഷം ദ്രവിച്ച് ഇവയൊക്കെ പുറത്തേക്ക് വരും. പുതുതായി പുറത്തു വരുമ്പോൾ ആംബർഗ്രീസിന് കറുത്ത നിറവും മോശം മണവുമാണ്, മലത്തിന്റെ മണവുമാണ് അതിനുണ്ടാകുക. എന്നാൽ വർഷങ്ങളോളം കടൽ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുകയും തിരമാലകൾക്കും ഒക്കെ ഒപ്പം ഇങ്ങനെ ഒഴുകുകയും ഒക്കെ ചെയ്യുമ്പോൾ സൂര്യപ്രകാശവും ഉപ്പുവെള്ളവും ഒക്കെ തട്ടി ഓക്സിഡേഷനൊക്കെ വഴി വലിയ മാറ്റം ഇതിന് സംഭവിക്കും. ഇത് മൃദുവാകും, നിറം മങ്ങി ചാരനിറമോ തവിട്ട് നിറമോ ഒക്കെ ആകും. ഏറ്റവും പ്രധാനം, ഇതിന്റെ മോശം ഗന്ധം മാറി മണ്ണിന്റെ, പുകയിലയുടെ, പഴയ തടിയുടെ, പായലിന്റെ, ചന്ദനത്തിന്റെ ഒക്കെ ഉള്ളതുപോലെയുള്ള ഗന്ധങ്ങളുടെ ഒരു മിശ്രിതമായിട്ട് മാറും. ഒരു അത്ഭുത സുഗന്ധം. സമുദ്രപ്രവാഹങ്ങൾ ഇവയെ എവിടെയൊക്കെ എത്തിക്കുമെന്ന് പറയാനാവില്ല. അതുകൊണ്ട് എവിടെ നിന്നും ചിലപ്പോൾ ഈ ആംബർഗ്രീസ് ഭാഗ്യവാന്മാർക്ക് ലഭിക്കുകയും ചെയ്യും. ആംബർഗ്രീസിലുള്ള ആംബ്രിൻ എന്ന് പറയുന്ന ഘടകമാണ്
പ്രധാനമായിട്ടും സുഗന്ധദ്രവ്യങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പെർഫ്യൂം ഇൻഡസ്ട്രിയിൽ കാര്യമായിട്ട് ഉപയോഗിക്കുന്നത്. അതിന് നേരിട്ട് മണമൊന്നുമില്ലെങ്കിലും ദീർഘകാലം കൊണ്ട് സുഗന്ധമുള്ള നിരവധി സംയുക്തങ്ങളുടെ ഒരു മിശ്രിതമായിട്ട് അത് മാറും. മണത്തിലുപരി പെർഫ്യൂമുകളുടെ ഗന്ധം ദീർഘകാലത്തേക്ക് നിലനിർത്തുന്ന ഒരു ഫിക്സേറ്റീവ് ആയിട്ടാണ് ഇവ പ്രവർത്തിക്കുന്നത്. ഇതിന്റെ അപൂർവതയും പ്രത്യേകമായിട്ടുള്ള ഈ സുഗന്ധവുമാണ് ഇതിന് ഏറ്റവും വിലപിടിപ്പുള്ള ഒരു വസ്തുവാക്കി മാറ്റിയത്. സ്വർണത്തെക്കാൾ വിലപിടിപ്പുള്ള ഒരു വസ്തു. 1 കിലോഗ്രാമിന് 1 മുതൽ 2 കോടി വരെ സുഗന്ധ വ്യാപാരികൾ നൽകാൻ സന്നദ്ധമാണ്. 9ാം നൂറ്റാണ്ടിൽ ഒരു അറബ് സഞ്ചാരിയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇത്തരത്തിലുള്ള ആംബർ ഗ്രീസിന്റെ വ്യാപാരത്തെ പറ്റിയിട്ട് ആദ്യമായിട്ട് സൂചനകൾ നൽകുന്നത്. അംബാര, ആംബർ തുടങ്ങിയ പേരുകളിൽ ഇവയെക്കുറിച്ചുള്ള സൂചനകൾ സംസ്കൃത ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. ഇന്ത്യയിൽ ആയുർവേദത്തിലും യുനാനിയിലും സുഗന്ധദ്രവ്യങ്ങളുടെ നിർമ്മാണത്തിലും ഔഷധങ്ങളുടെ നിർമ്മാണത്തിലും ഒക്കെ ഈ ആംബർ ഗ്രീസ് ഉപയോഗിച്ചിരുന്നു. സ്പേം തിമിംഗലങ്ങൾ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവവർഗമാണ്. ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളും ആംബർ ഗ്രീസ് കൈവശം വെക്കുന്നതും വിൽപ്പന നടത്തുന്നതും ഒക്കെ നിരോധിച്ചിട്ടുണ്ട്. ഇത് ഒരു വിസർജ്യ പദാർത്ഥമാണെങ്കിൽ പോലും വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഇത് കുറ്റകരമാണ്. എങ്കിലും മാലിദ്വീപ്, ന്യൂസിലാൻഡ്, ഗൾഫ് രാജ്യങ്ങൾ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഇവയുടെ വ്യാപാരം ഇപ്പോഴും തുടരുന്നുണ്ട്. തിമിംഗലങ്ങൾ ചത്ത് മണ്ണടിഞ്ഞാലും, അങ്ങനെയല്ല പറയേണ്ടത്, തിമിംഗലങ്ങൾ ചത്ത് വെള്ളമടിഞ്ഞാലും വലിയ ഉപകാരങ്ങൾ ചെയ്യുന്നുണ്ട്. വെയിൽഫാൾ ആണ് ആ പ്രതിഭാസത്തിന് പറയുക. ഒരു തിമിംഗലത്തിന്റെ ശരീരം പതിറ്റാണ്ടുകളോളം കടൽത്തട്ടിൽ ആയിരക്കണക്കിന് ജീവികൾക്ക് ആഹാരവും അവയുടെ ജീവചക്രത്തിന്റെ ഭാഗവും ഒക്കെയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ കരക്കടിയുന്ന ഒരു തിമിംഗലം ശ്വാസം മുട്ടിയല്ല മരിക്കുന്നത്. അവയ്ക്ക് ശ്വസിക്കാൻ ആവശ്യമായിട്ടുള്ള വായു ധാരാളമായിട്ട് കരയിലുണ്ടല്ലോ. തിമിംഗലങ്ങളുടെ ശരീരം പരിണമിച്ചുണ്ടായിരിക്കുന്നത് വെള്ളത്തിനുള്ളിലെ പ്ലവക്ഷമത, ബോയൻസി ഉപയോഗിച്ച് ശരീരഭാരം താങ്ങാവുന്ന വിധത്തിലാണ്. വെള്ളത്തിൽ നിൽക്കുമ്പോൾ ഇവയുടെ ഭീമാകാരമായിട്ടുള്ള ശരീരം അവയുടെ ആന്തരിക അവയവങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ശ്വാസകോശത്തിലും ഹൃദയത്തിലും ഒന്നും അമിതമായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടാക്കുന്നില്ല. ഇനി സമ്മർദ്ദമുണ്ടായാലും ആഴക്കടലുകളിൽ ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനുള്ള ശേഷി അവർക്ക് ഉണ്ട് താനും. കരയിലെത്തുന്നതോട് ഇതൊക്കെ മാറും. ഇവയുടെ കൂറ്റൻ ഭാരം അവയുടെ ആന്തരിക അവയവങ്ങളിൽ അമരും. നീലത്തിമിംഗലങ്ങൾ പോലെയുള്ള വലിയ തിമിംഗലങ്ങളിൽ അവയുടെ ഭാരം മൂലം, സ്വന്തം ഭാരം മൂലം ശ്വാസകോശം അമർന്ന് അതിന് ശ്വസിക്കാൻ പറ്റാതാവും. ശ്വാസം കിട്ടാതെയല്ല, ശ്വസിക്കാൻ പറ്റുന്ന വിധത്തിൽ, ശ്വാസകോശം വികസിക്കാൻ പറ്റാത്ത വിധത്തിൽ അമർന്നു പോകുന്നത് കൊണ്ടാണ് ഇവ ശ്വാസം മുട്ടി മരിക്കുന്നത്. തിമിംഗലങ്ങളുടെ തൊലിക്കടിയിലുള്ള കൊഴുപ്പിന്റെ കട്ടിയുള്ള പാളിയാണല്ലോ ബ്ലബ്ബർ. ഇത് തണുത്ത കടൽ വെള്ളത്തിൽ ചൂടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവയെ സഹായിക്കുന്നതാണ്. എന്നാൽ കരയിലെത്തിയാൽ ഈ ബ്ലബ്ബർ ഒരു ഇൻസുലേറ്ററായിട്ട് പ്രവർത്തിക്കും. ശരീരത്തിനുള്ളിലെ ചൂട് കൂടുകയും ചെയ്യും. ഇങ്ങനെ ശ്വസനം വഴി ശരീരത്തിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചൂട് പുറത്തേക്ക് കളയാൻ പറ്റാതെ ശരീരത്തിനുള്ളിൽ തന്നെ തങ്ങി നിൽക്കുകയും അവയുടെ ആന്തരിക ഊഷ്മാവ് വല്ലാതെ വർദ്ധിക്കുകയും ഹൈപ്പർതെർമിയ എന്ന അവസ്ഥയിലെത്തുകയും അങ്ങനെ അവ മരിച്ചു പോവുകയും ചെയ്യും. തിമിംഗലങ്ങൾ കരയിലുള്ളപ്പോൾ അവയുടെ മിനുസമേറിയ തൊലിയിലൂടെ, ചർമ്മത്തിലൂടെ, ശ്വസനത്തിലൂടെയൊക്കെ ഉള്ളിലെ ജലം നന്നായിട്ട് നഷ്ടപ്പെടും. വെള്ളത്തിനടിയിലായിരിക്കുമ്പോഴൊന്നും അവർക്ക് ഈ പ്രശ്നം ഒരിക്കലും അനുഭവിക്കേണ്ടി വരുന്നില്ലല്ലോ. അങ്ങനെ നിർജ്ജലീകരണം കൊണ്ടുമാണ് കരയിലുള്ളപ്പോൾ തിമിംഗലങ്ങൾ മരിച്ചു പോകുന്നത്. അതെ, തിമിംഗലങ്ങളുടെ കരയിലെ മരണം വളരെ വേദനാജനകമാണ്. അവ നിർജ്ജലീകരണം കൊണ്ടും ശ്വാസം മുട്ടിയും ഹൃദയം അമർന്നും ഒക്കെയാണ് മരിച്ചു പോകുന്നത്. മനുഷ്യർ ഒരു കാലത്ത് തിമിംഗലങ്ങളെ വ്യാപകമായിട്ട് വേട്ടയാടിയിരുന്നു. 19ാം നൂറ്റാണ്ടിലും 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുമൊക്കെ തിമിംഗലങ്ങളെ ആളുകൾ വേട്ടയാടുന്നതിന്റെ പ്രധാന ലക്ഷ്യം അവയുടെ ഈ ബ്ലബ്ബറിന് വേണ്ടിയായിരുന്നു. ബ്ലബ്ബർ തിളപ്പിച്ചുണ്ടാക്കുന്ന തിമിംഗല എണ്ണ ഉപയോഗിച്ചിട്ടായിരുന്നു യൂറോപ്പിലും മറ്റ് പല രാജ്യങ്ങളിലും രാത്രികളിൽ വിളക്കുകാലുകളിലൊക്കെ വിളക്ക് കത്തിച്ചിരുന്നത്. അതുപോലെ സോപ്പും മെഴുകുതിരിയും ഒക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഈ ബ്ലബ്ബറായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതായത് യൂറോപ്പിലെ മാത്രമല്ല, ഭൂമിയിലെ പല രാജ്യങ്ങളിലെയും നഗരങ്ങളെ രാത്രിയിൽ പ്രകാശപൂരിതമാക്കിയത് ഈ കടലിലെ തിമിംഗലങ്ങളായിരുന്നു. കൂടാതെ ഇത് ഉപയോഗിച്ചിട്ട് മാർഗരീൻ എന്ന് പറയുന്ന ഒരു ഭക്ഷ്യ കൊഴുപ്പുണ്ടാക്കാനും പല രാജ്യങ്ങളും ആരംഭിച്ചു. ആ വ്യവസായം വികസിച്ചതോടുകൂടി അതിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടും ധാരാളമായിട്ട് തിമിംഗലങ്ങളെ കൊന്നു. ഇത്തരത്തിലുള്ള ഇവയുടെ കൊഴുപ്പ് വിറ്റ് വളർന്ന ഒരു കമ്പനിയാണ് യൂണിലിവർ എന്ന് പറയുന്ന ആഗോള ഭീമൻ. എന്തായാലും പെട്രോളിയത്തിന്റെ കണ്ടെത്തലോട് കൂടിയിട്ടാണ് തിമിംഗല വേട്ടകൾ ഒരു വിധത്തിൽ അവസാനിച്ചത്. 20ാം നൂറ്റാണ്ടിൽ മാത്രം ലക്ഷക്കണക്കിന് തിമിംഗലങ്ങളെയാണ് നമ്മൾ കൊന്നൊടുക്കിയത്. പെട്രോളിയം കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ നമ്മുടെ കടലിൽ ഒരു തിമിംഗലം പോലും ബാക്കിയില്ലാതായി പോയേനെ. 1986 അന്താരാഷ്ട്ര തലത്തിൽ വന്ന ചില നിയന്ത്രണങ്ങളും നിരോധനങ്ങളും ഒക്കെയാണ് പിന്നീട് തിമിംഗല വേട്ട ഒരു ചെറിയ അളവിലെങ്കിലും കുറച്ചത്. എങ്കിലും ഇന്നും മനുഷ്യർ അറിഞ്ഞും അറിയാതെയും ഒക്കെ തിമിംഗലങ്ങളെ ദ്രോഹിക്കുന്നുണ്ട്. കടലിലെ പ്ലാസ്റ്റിക് മലിനീകരണവും വലിയ കപ്പലുകളുടെയും നാവികസേനയുടെയും സോണാർ ശബ്ദങ്ങളും ഒക്കെ ഇവയുടെ സ്വാഭാവിക ജീവിതത്തെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. ഈ ശബ്ദമലിനീകരണം കാരണം പലപ്പോഴും തിമിംഗലങ്ങളുടെ ദിശാനിർണയം പിഴക്കുകയും അവ വഴിതെറ്റി കരക്കടിയുകയും ചെയ്യും. ബ്ലീച്ചിങ് എന്നാണ് അതിന് പറയുക.
ഒരു തിമിംഗലം കരക്കടിയുമ്പോൾ അതൊരു വെറും അപകടമല്ല, മറിച്ച് ആ ജീവി നേരിടുന്ന തീവ്രമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുടെയോ അല്ലെങ്കിൽ കടലിനടിയിലെ ശബ്ദ കോലാഹലങ്ങളുടെയോ അടയാളമാണ്. ഞാൻ വിജയകുമാർ ബ്ലാത്തൂർ. ഇതുപോലെ ഭൂമിയിലെ ഏറ്റവും വലിയ സസ്തനിയായിട്ടുള്ള തിമിംഗലങ്ങൾ മുതൽ ഏറ്റവും ചെറിയ പ്രാണികൾ വരെയുള്ള നമ്മുടെ ജീവലോകത്തിലെ മറ്റൊരു ജീവിയെ പരിചയപ്പെടുത്തുന്ന പുതിയൊരു വീഡിയോയുമായി ഉടൻ വരാം. അതുവരേക്കും വണക്കം.